എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മസാല ടീ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗ ഓണാക്കി ഇനി പാലും കൂടി ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടി പഞ്ചസാരയ്ക്ക് പകരം ഞാൻ പനങ്കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. പനങ്കൽക്കണ്ട് കഫം ഇല്ലാതെയാക്കാനും അയൺ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഇനി 2 ഏലക്ക തൊലി കളഞ്ഞെടുത്തു. 1 കഷ്ണം പട്ട, 1 കഷ്ണം ചുക്ക്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. പൊടിയണ്ട, ഒന്ന് ചതഞ്ഞാൽ മാത്രം മതി. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ്. തീരെ പൊടിഞ്ഞു പോയാൽ ഒരു കുത്തലുണ്ടാവും. ഒന്നും കൂടി ചതച്ചെടുക്കാം. ഈ ഒരു പാകത്തിന് ചതഞ്ഞാൽ മതിയാകും. ഇതും കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തേയിലപ്പൊടി ഇട്ടാൽ മതിയാകും. തിളയ്ക്കാൻ വിടാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ണൻദേവൻ തേയിലപ്പൊടിയാണ്. ഇതിലേക്ക് 1.5 സ്പൂണ് തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേയില ഇട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി ഒരു 5 മിനിറ്റോളം ഒന്ന് തിളച്ച് കുറുകാൻ വിടുക. അപ്പോഴത്തേക്ക് ആ മസാലയും എല്ലാം ഒന്ന് പിടിച്ച് ചായ നല്ല ഒരു അടിപൊളി ചായയായിട്ട് കിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നല്ലപോലെ പണിയെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടീ കുടിക്കുകയാണെങ്കിൽ വളരെ ഉന്മേഷത്തോടെ വീണ്ടും പണിയെടുക്കാൻ കഴിയുകയും ചെയ്യും. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ചായ റെഡിയായി വരുന്നുണ്ട്. ഈ ഒരു പാകത്തിന് സ്റ്റൗ ഓഫാക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ ഒന്ന് പൊക്കി ഒഴിച്ചെടുക്കുക. അപ്പം ചായക്ക് കുറേ കൂടെ കട്ടി കിട്ടും. എത്രത്തോളം നമ്മൾ പൊക്കി ഒഴിക്കുന്നോ അത്രത്തോളം ചായക്ക് നല്ല കുറുകുറുപ്പ് കിട്ടും. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. മസാല ടീ നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. മൂന്ന് ഗ്ലാസ് ചായ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.